രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് 60% മുകളിലായി. 13 സംസ്ഥാനങ്ങളിലായി 88 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജനം വിധിയെഴുതിയത്. മണിപ്പൂരിൽ വോട്ടിംഗിനിടെ വെടിവെപ്പുണ്ടായി. മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും 70%-ലധികം സമ്മതിദായകർ ബൂത്തിലെത്തി. 13 സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ ബിജെപിക്കൊപ്പമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി ഭയന്നിരിക്കുകയാണെന്നും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രചാരണവേദിയിൽ മോദി കരയുമെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ജനശ്രദ്ധ തിരിക്കാനാണ് മോദിയുടെ ശ്രമമെന്നും രാഹുൽ ഗാന്ധി. आप प्रधानमंत्री के भाषण देखते हो, घबराए हुए हैं, शायद कुछ ही दिनों में स्टेज पे आंसू निकल आए. മണിപ്പൂരിൽ മികച്ച പോളിംഗിനിടയിലും സംഘർഷം ആവർത്തിച്ചു. ഇംഫാലിൽ കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള വാഗ്വാദം വെടിവയ്പിൽ കലാശിക്കുകയായിരുന്നു. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ യോഗം നാളെ നടക്കും. അമേഠിയിലോ റായ്ബറിയിലോ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനയുണ്ട്. 24 ഡൽഹി.